അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഫിഖ്ഹ് ക്ലാസ്സിൽ പ്രതിപാദിക്കുന്ന വിഷയം മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എല്ലാ മനുഷ്യരും ഒരു ദിനം മരിക്കും. എല്ലാ ജീവജാലങ്ങളും മരിക്കും. നമ്മുടെ മരണം ഇന്നാണോ നാളെയാണോ നമുക്കറിയുകയില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പേര് മാറി മയ്യത്ത് എന്നായി. നമ്മുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നമ്മെ കൈയൊഴിഞ്ഞ് മണ്ണിലേക്ക് താഴ്ത്തി മണ്ണിട്ട് മൂടിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോരും. ഈ ഒരു അവസ്ഥ, നാം ഒറ്റപ്പെടുന്ന ആ അവസ്ഥയെപ്പറ്റി നാം പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കുക എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യാ സുന്നത്താണ്. പ്രത്യേകിച്ച് രോഗി ആയി കിടക്കുന്ന ആളുകൾക്ക്, രോഗവുമായി മല്ലിടുന്ന ആളുകൾക്ക് മരണസ്മരണ അതിശക്തമായ സുന്നത്താണ് എന്ന് ഹദീസിൽ കാണാം. നാം ഒരു രോഗിയെ സന്ദർശിക്കുന്നു. ആ സന്ദർശിക്കപ്പെട്ട രോഗി ഏതാനും സമയത്തിനുള്ളിൽ മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അയാളോട് മരണത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് നാം അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത വർദ്ധിപ്പിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി, അള്ളാഹുവിന്റെ സ്നേഹത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ നാം ചെയ്തു കൊടുക്കേണ്ടത് ലക്കീനു മൗത്താക്കും കൗല ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരു വാക്ക് അയാളുടെ മുമ്പിൽ വെച്ച് ഉച്ചരിക്കുക. എന്തിന്? അയാൾ അതേപോലെ ഉച്ചരിക്കാൻ വേണ്ടി. അയാളുടെ അവസാനത്തെ വാക്ക് ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ച് പോകട്ടെ എന്നതാണ് അതിന്റെ ഉദ്ദേശം. നീ ഉച്ചരിക്ക്, നീ ചൊല്ലി എന്നൊന്നും പറഞ്ഞ് കീർത്തിക്കേണ്ട ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാം പറയുന്ന സമയത്ത് അയാൾക്ക് ഓർമ്മ വരും, അയാൾ ചൊല്ലും. അത് ചൊല്ലിക്കഴിഞ്ഞു പിന്നെ മറ്റേതെങ്കിലും സംസാരത്തിൽ അയാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. സ്ഥിതി മോശമാണ്. അയാൾ മരണത്തോട് മല്ലിടുന്നു. അവസാനം നമ്മുടെ മുമ്പിൽ വെച്ച് അയാൾ മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നാം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അഥവാ കണ്ണ് അടച്ചു കൊടുക്കുക. രണ്ട് കണ്ണ് ഇങ്ങനെ അമർത്തി, ഓരോ വിരൽ വെച്ച് അമർത്തിയിട്ട് ബിസ്മില്ലാഹി വഅല മില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞു കണ്ണ് അടച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ആത്മാവ് പിരിയുന്ന സമയത്ത് അവസാനം കണ്ണിലൂടെയാണ് പുറപ്പെടുക എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഓപ്പണായി തുറന്നു നിൽക്കുമ്പോൾ വരുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കുമൊക്കെ അതൊരു അരോചകമായി തോന്നും. അപ്പോൾ കണ്ണ് അടച്ചു കൊടുക്കുക. ശേഷം നാം ചെയ്യേണ്ടത് അവരുടെ കൈകാലുകളുടെ ജോയിന്റുകൾ ഒന്ന് 2-3 പ്രാവശ്യം അത് ലൂസാക്കി കൊടുക്കുക. കാരണം മരണപ്പെട്ട് കഴിഞ്ഞാൽ, തണുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയും ഒരു വടി പോലെ നിൽക്കും. കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ഇത് നിർത്താനും വളർത്താനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓരോ ജോയിന്റ് അങ്ങനെ കൈയിന്റെ വിരൽ 3 പ്രാവശ്യം, 1, 2, 3 ഈ കൈയിന്റെ കഫ്, കൈയിന്റെ മുട്ട്, അതേപോലെ തന്നെ കാലിന്റെ മുട്ട്, കാലിന്റെ തൊട ഇരുത്തിച്ചിട്ട് 2-3 പ്രാവശ്യം ഇരുത്തിച്ചു കൊടുത്താൽ ആ ലൂസ് അത് നിലനിൽക്കും. അത് കഴിഞ്ഞ ഉടനെ നാം ചെയ്യേണ്ടത് അവരുടെ താടി കെട്ടിക്കൊടുക്കുകയാണ്. ഒരു തുണി ചീന്തിക്കൊണ്ട് താടി ഭാഗം കെട്ടി 2 ചെവി അതിന്റെ ഉള്ളിലാക്കി മൂർധാവിൽ അവിടെ കെട്ടിക്കഴിഞ്ഞാൽ നിൽക്കും. എന്തുകൊണ്ട്? താടി കെട്ടിയിട്ടില്ലെങ്കിൽ ഈ താടിയെല്ല് താഴോട്ടേക്ക് ഇങ്ങനെ തുറന്നു നിൽക്കും. തുറന്നു നിന്നാൽ വണ്ട് പ്രാണികൾ, ഈച്ച ഒക്കെ വായിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ചുണ്ട് പൂട്ടിക്കൊണ്ട് താടി കെട്ടിക്കൊടുക്കുക എന്നുള്ളതും അവർ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം അയാളെ മാറ്റിക്കിടത്തി ഒരു കട്ടിലേക്ക് മാറ്റിക്കിടത്തുകയും അതിന് വേണ്ടത് ഇയാൾ ധരിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ അഴിച്ചു മാറ്റി അവർക്ക് കാണാത്ത രൂപത്തിൽ മറ്റൊരു തുണി കൊണ്ട് പുതച്ച് അയാളെ ഈ പഴയ ഡ്രസ്സുകളൊക്കെ മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. രോഗിയായി നിൽക്കുന്ന സന്ദർഭത്തിലും മരണപ്പെട്ടു കഴിഞ്ഞാലും ഒക്കെ കടത്തേണ്ടത് ചെരിച്ച് നെഞ്ച് കിബിലയിലേക്ക് ആക്കിയിട്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. പക്ഷെ കാലാന്തരമായി അത് കാണാറില്ല. മലത്തി കടത്തുകയാണ് രോഗിനെയും മയ്യത്തിനെയും ഒക്കെ കാണാറുള്ളത്. 2ാം സ്റ്റെപ്പ്, ഏറ്റവും ശ്രേഷ്ഠത കിബിലയിലേക്ക് മുഖമാകുന്ന രൂപത്തിൽ കാല് കിബിലയിലേക്കാക്കി മലർത്തി കടത്തുക. തലഭാഗത്ത് എന്തെങ്കിലും തലയണയോ മറ്റോ വെച്ച് ഉയർത്തുമ്പോൾ മുഖം പരമാവധി കിബിലയിലേക്ക് ആക്കുന്ന രൂപത്തിലാണ് രോഗിയായി നിൽക്കുന്ന സമയത്തും മരണപ്പെട്ടു കഴിഞ്ഞാലും ഒക്കെ കിടത്തേണ്ട രൂപം. അങ്ങനെ മരണം ഉറപ്പിച്ചു പ്രാഥമികമായ കാര്യങ്ങൾ നാം ചെയ്തതിനു ശേഷം ഇനി നാം വിവരം അറിയിക്കേണ്ട ആളുകളെ വിവരം അറിയിക്കുക. മയ്യത്ത് നിസ്കരിക്കാനും എടുക്കുവാനുമുള്ള സമയം കറക്റ്റ് ആക്കുക. അതിന് ഖബർ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയും എത്ര സമയത്തിനുള്ളിൽ ഖബർ ആകും, ആരെങ്കിലും വരാനുണ്ടോ ഒക്കെ ആലോചിച്ച് സമയം തീരുമാനിക്കാം. ഏറ്റവും സ്പീഡായിട്ട് ഈ മയ്യത്തിനെ മറമാടാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. മയ്യത്ത്
കുളിപ്പിക്കുക, അവരെ അതിനെ കഫൻ ചെയ്യുക, അതിനെ കബറടക്കുക എന്നുള്ളത് സാമൂഹികമായ ഫർദാണ്. ആരെങ്കിലും ചില ആളുകൾ സമൂഹത്തിൽ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവായി. ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവുകയാണ് ചെയ്യുക. അങ്ങനെ സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇനി നാം ചെയ്യേണ്ടത് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. മയ്യത്തിനെ കുളിപ്പിച്ച് നല്ല രൂപത്തിൽ അതിനെ യാത്രയാക്കണം. മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് വെള്ളത്തിൽ പോയി മുങ്ങി മരിച്ചാലും കുളിപ്പിക്കുക എന്നുള്ളൊരു ബാധ്യത നമ്മുടെ അടുക്കലാണുള്ളത്. അതുകൊണ്ട് പ്രാഥമികമായിട്ട് ഏറ്റവും ചെറിയ രൂപം അതിന്റെ ശരീരം മൊത്തം നനയുന്ന രൂപത്തിൽ അതിനെ കുളിപ്പിക്കുക. അതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. ഇനി ഒരു പൂർണ്ണമായ രൂപം പറയുകയാണെങ്കിൽ ഒരു കുളിമുറി എടുക്കുമ്പോൾ ആളുകൾ കാണാത്ത രൂപത്തിൽ ഈ രൂപത്തിൽ കിടത്തുക, കിബിലയിലേക്ക് നേരത്തെ കിടത്തിയതുപോലെ കിടത്തി കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ കുളിമുറിയിലേക്ക് കയറേണ്ടത് ഒന്ന് കുളിപ്പിക്കുന്ന ആള്, രണ്ടാമത് അയാളെ സഹായി, മൂന്നാമത് അയാൾക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആൾ, അങ്ങനെ 2 3 ഇനി 4 ആളുകൾ. അത് എപ്പോഴും കൂടാതെ കുറെ ആളുകളുടെ മുമ്പിൽ വെച്ച് കുളിക്കാനല്ലല്ലോ ആളുകൾ ഇഷ്ടപ്പെടുക, സ്വകാര്യമായി കുളിക്കാനാണ് ഇഷ്ടപ്പെടുക. മയ്യത്തിനും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുളിപ്പിക്കേണ്ട വെള്ളം തണുത്ത വെള്ളമാണ്, ചൂടാക്കിയിട്ടല്ല കുളിപ്പിക്കേണ്ടത്. പ്രാഥമികമായിട്ട് കുളിമുറിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ആ മയ്യത്തിനൊന്ന് ഇരുത്തിപ്പിക്കുക. ഈ ഇരുത്തം ശരിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മയ്യത്ത് മരിച്ച ഉടനെ തന്നെ അതിനെ 2 3 പ്രാവശ്യം ഇരുത്തിച്ച് ആ ജോയിന്റ് ലൂസാക്കി കൊടുത്തത്. അങ്ങനെ ഇരുത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് ഒരാള്, കുളിപ്പിക്കുന്ന ആള് ആ മയ്യത്തിന്റെ വയറ് തടവി കൊടുക്കുക, സ്വല്പം അമർത്തിക്കൊണ്ട് തടവി കൊടുക്കുക. അമർത്തി തടവി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കൽ വിസർജനമോ മറ്റോ ഉണ്ടെങ്കിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരണം. ആ സമയത്ത് തന്നെ അത് അവിടെ എന്തെങ്കിലും ഉരുകാനോ മറ്റോ പുകപ്പിക്കണോ, അതിന്റെ സ്മെല്ല് പുറത്തേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മയ്യത്തിനെ കിടത്തി അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഗ്ലൗസോ അല്ലെങ്കിൽ തുണിയോ ചുറ്റിക്കൊണ്ട് മയ്യത്തിന് കൃത്യമായി ശൗചം ചെയ്തു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ കൈ നിന്നുള്ള തുണി മാറ്റി കഴിഞ്ഞതിന് ശേഷം മയ്യത്തിന്റെ മൂക്കിന്റെ ദ്വാരം, ചെവിയുടെ ദ്വാരം, അതിലൊക്കെ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ വൃത്തിയാക്കുക. അതും കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് മയ്യത്തിന് ഒരു ഉളു എടുപ്പിക്കുക. പൂർണ്ണമായിട്ട് നാം സാധാരണ ജീവിച്ചിരിക്കുന്ന ആൾ ഉളു എടുപ്പിക്കുന്നത് പോലെ തന്നെ പൂർണ്ണമായിട്ട് മയ്യത്തിനൊരു ഉളു എടുപ്പിക്കുക. ഇപ്പോഴും കുളിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നത്. ഇനി കുളിപ്പിക്കാൻ പോവുകയാണ്. കുളിപ്പിക്കുമ്പോൾ ആദ്യം തലയാണ് കഴുകേണ്ടത്. തലയിലേക്ക് വെള്ളം ഒഴിച്ചു സോപ്പോ മറ്റോ തേച്ച് അതിനെ കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് മുടി ചീകി ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുക. അതിനുശേഷം മയ്യത്തിനെ വലത് ഭാഗം മുകളിലേക്കാകുന്ന രൂപത്തിൽ ചെരിച്ച് കിടത്തുക. അങ്ങനെ ഈ ചുമല് മുതലേ കാല് വരെ 2 ഭാഗങ്ങളിലായിട്ട് അതിന് വെള്ളം ഒഴിക്കുക, സോപ്പിട്ട് കഴുകുക. അത് സോപ്പ് വൃത്തിയാക്കുകയും ചെയ്യാം, സോപ്പ് വെള്ളം ഒഴിവാക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് ഇടത് ഭാഗം കിബിലയിലെ മുകൾ ഭാഗത്തേക്കാകുന്ന രൂപത്തിലാണ് ഉയർത്തേണ്ടത്. അങ്ങനെ ഇടത് ഭാഗവും ചുമല് മുതൽ കാല് വരെ കഴുകുക. അതും ഇതേപോലെ വൃത്തിയാക്കിയതിനു ശേഷം പിന്നെ തല മുതൽ അവസാനം വരെ ഒരു ഒഴുക്ക് വെള്ളമെന്ന് മാഹുൽ കറാഹ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു പ്രാവശ്യം ആയി ഈ മയ്യത്തിന്റെ കുളി. ഇതേപോലെ 3 പ്രാവശ്യം ആവർത്തിക്കുക. മയ്യത്തിന് വൃത്തിയില്ലാത്തത് കൊണ്ടല്ല, അതൊരു ഇബാദത്തിന്റെ ഭാഗമാണ്. വുളു എടുക്കുന്ന സമയത്ത് മുഖമൊക്കെ 3 പ്രാവശ്യം കഴുകുന്നത് പോലെ മയ്യത്തിന്റെ കുളിപ്പിക്കലും 3 പ്രാവശ്യം ആവുക എന്നുള്ളത്. ഇതോടുകൂടെ കുളിപ്പിച്ചു കഴിഞ്ഞു. ഇനി അതിനെ തോർത്തി ഒരു സൈഡിലോ മറ്റോ ആക്കി തോർത്തി പൂർണ്ണമായിട്ട് വെള്ളം ഒപ്പിയെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇനി മയ്യത്തിന് കഫൻ ചെയ്യുകയാണ് വേണ്ടത്. കഫൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ഗുഹ്യഭാഗങ്ങളിലും മറ്റും പഞ്ഞി വെക്കുക, അവിടെ ഒരു കെട്ടുക, ചെറിയൊരു ലങ്കോട്ടി പോലത്തത് കെട്ടുക. അതിനുശേഷം നമ്മുടെ ദ്വാരങ്ങളിൽ ചെവിയുടെ ദ്വാരം, മൂക്കിന്റെ ദ്വാരം, വായി, സുജൂദ് ചെയ്യുന്ന സ്ഥലം, കണ്ണവിടൊക്കെ പഞ്ഞി വെച്ചുകൊണ്ട് 3 ആണുങ്ങളാണ് മയ്യത്ത് എങ്കിൽ, പുരുഷന്റേതാണെങ്കിൽ 3 കഫംപട അയാൾക്ക് നിർബന്ധമാണ്. ഓരോ കഫംപടയിലും പ്രത്യേകമായിട്ട് അത്തറോ മറ്റോ പുരട്ടി കഴിഞ്ഞ ശേഷം നിവൃത്തി കഴിഞ്ഞു ആ 3 കഫംപട മുറിക്കുന്ന രൂപം തന്നെ മയ്യത്തിന്റെ കൃത്യമായ അളവ് കഴിഞ്ഞതിന് ശേഷം 2 ചാൻ അധികം എടുത്താൽ 2 സൈഡിലും 2 ഭാഗങ്ങളായിട്ട് ഇതിന് കെട്ടാൻ പറ്റും. അതിന് ഒരു കഷ്ണം എടുത്ത് നടുഭാഗത്ത് കെട്ടാനും കാൽഭാഗത്ത് കെട്ടാനും അതേപോലെ തന്നെ തലഭാഗത്ത് കെട്ടുവാൻ വേണ്ടി ചെറിയൊരു ചീന്ത് അതിൽ നിന്ന് മുറിച്ചെടുക്കുകയും ചെയ്യുക. അങ്ങനെ ഓരോ തുണി വെച്ച് കൃത്യമായിട്ട്
നാം സാധാരണ ജീവിത സമയത്ത് തുണി ഉടുക്കുന്നത് പോലെ ഈ വലത് ഭാഗത്ത് നിന്നും ഇടത് ഭാഗത്തേക്ക് കൊണ്ടുപോയി വലത് ഭാഗത്തേക്ക് അതായത് വലത് ഭാഗത്തേക്ക് ആദ്യം കൊണ്ടുപോയി ഇടത് ഭാഗം മുകളിലേക്കാക്കുന്ന രൂപത്തിലാണ് അത് ചുറ്റേണ്ടത്. അങ്ങനെ അത് ഓരോന്നോരോന്ന് കൃത്യമായിട്ട് ചുളിവ് വീഴാണ്ട് പരമാവധി ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിച്ചു, കഫം ചെയ്തു. സ്ത്രീകളാണെങ്കിൽ ഈ 2 കഫം പുടയും ഒരു നിസ്കാര കുപ്പായവും ഒരു മുഖമക്കനെയും ഒരു തുണിയും, അങ്ങനെ 5 അവർക്കുള്ളത്. 2 കഫംപുടയും. അങ്ങനെ പുരുഷരാണെങ്കിൽ 3 കഫംപുട മാത്രം. ഇങ്ങനെയാണ് മയ്യത്തിന്റെ പ്രാഥമികമായിട്ട് ഇനി ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്ലാസ്സിൽ നിസ്കാരവും അനുബന്ധ കാര്യങ്ങളും പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മരണം നല്ല മരണമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെയും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.